നിയന്ത്രണാതീതമാണ്. അതുകൊണ്ട് വെടിവെക്കാനുള്ള ഓർഡർ ആദ്യം കൊടുക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിനാണ്. സ്പർജൻ കുമാറാണ് ഈ സന്ദേശം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് രാധാകൃഷ്ണ പിള്ളയ്ക്ക് കൈമാറിയത്. തുടർന്നാണ് ACP തന്റെ സർവീസ് റിവോൾവറുമായി വെടിയുതിർത്തുകൊണ്ട് 4 റൗണ്ട് വെടിയുതിർത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്തത്. ഈ സമയം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 4 റൗണ്ട് ഉതിർത്ത് കഴിഞ്ഞപ്പോൾ റിവോൾവറിന് എന്തോ കേടുപറ്റുകയും പിന്നീട് ട്രിഗർ ലോക്ക് ആവുകയുമാണ്. അതുകൊണ്ട് തുടർന്ന് വെടിവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു അനുമാനമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു അക്രമാസക്തമായ ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുമ്പോൾ പാലിക്കേണ്ട അല്ലെങ്കിൽ ആകാശത്ത് വെടിവെക്കുമ്പോൾ നടപ്പാക്കേണ്ട ഒരു നിയമ നടപടിയും അല്ലെങ്കിൽ ചട്ടങ്ങളും ഇവിടെ പാലിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അക്രമാസക്തരായ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുന്നതായ ഒരു മുന്നറിയിപ്പും പോലീസ് നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ആകാശത്തേക്ക് വെടിവെക്കുന്നതിന് പകരം ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ റിവോൾവർ ചൂണ്ടിയാണ് വെടിയുതിർത്തിരിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ 300 മീറ്റർ അധികം ദൂരമുള്ളത് കൊണ്ടും മറ്റ് അത്തരത്തിൽ ഒരു അകലം ഉണ്ടായത് കൊണ്ട് മാത്രമായിരിക്കും വലിയൊരു അപകടങ്ങളിലേക്കോ ആർക്കെങ്കിലും പരിക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്കോ പോകാതിരുന്നത്. ഏതായാലും ലാത്തി ചാർജിൽ SFI സംസ്ഥാന സെക്രട്ടറി P. ബിജു അടക്കമുള്ള 10ഓളം പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെല്ലാം തലയ്ക്കാണ് പരിക്ക്. ലാത്തി കൊണ്ടുള്ള അടിയേറ്റാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതുകൂടാതെ കല്ലേറിൽ 20ഓളം പോലീസുകാർക്ക് പരിക്കുണ്ട്. ഇവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിനിടയിൽ പെട്ടുപോയ കോളേജിലുണ്ടായിരുന്ന 2 രക്ഷകർത്താക്കൾക്കും പരിക്കുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർക്കും കല്ലേറിൽ പരിക്കേറ്റു. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു. അതേസമയം തന്നെ DYFI കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് അനൂപ്. അനന്ത, ഞാൻ തിരികെ എത്താപ്പോൾ ശ്രീ റജിൽ മാക്കുറ്റി പങ്കുചേരുന്നു. റജിൽ